1939 സ്വാതന്ത്ര്യത്തിന് മുൻപ് വളരെയധികം വർഗീയത തുളുമ്പുന്ന അല്ലെങ്കിൽ വളരെയധികം മോശമായ കാഴ്ചപ്പാടുകളോടുകൂടി ഒരു പുസ്തകം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് വി ഓർ അവർ നേഷൻഹുഡ് ഡിഫൈൻഡ് എന്നുള്ളതാണ്. പുസ്തകം എഴുതിയിട്ടുള്ളത് RSSന്റെ രണ്ടാമത്തെ സംഘചാലകായി ഒരുപാട് വർഷം പ്രവർത്തിച്ച സാക്ഷാൽ MS ഗോൾവാൾക്കർ അഥവാ മാധവ് സദാശിവറാവോ ഗോൾവാൾക്കർ. അപ്പോൾ അദ്ദേഹം ഇതിനകത്ത് നാഷണാലിറ്റി എന്ന് പറയുന്ന സാധനം ഒന്ന് പറഞ്ഞു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്തിന്റെ ഭാഗമാവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെ ചെയ്യണം? ഹിന്ദു മതത്തെ അംഗീകരിക്കണം, ഹിന്ദുവിസത്തെ അംഗീകരിക്കണം, ബഹുമാനിക്കണം, ഹിന്ദു നേഷൻ വരികയാണെങ്കിൽ അതിന് പൂർണ്ണമായും കീഴ്പ്പെട്ട് കിടക്കണം. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ലൈമിംഗ് നത്തിങ്, ഒന്നും അവകാശപ്പെടാൻ പാടില്ല. ഡിസേർവിംഗ് നോ പ്രിവിലേജസ്, ഒരു അധിക അവകാശങ്ങളും ചോദിക്കാൻ പാടില്ല. മാത്രമല്ല നോട്ട് ഈവൻ സിറ്റിസൺസ് റൈറ്റ്, പൗരാവകാശങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇത്തരത്തിൽ വികലമായിട്ടുള്ള നാഷണാലിറ്റി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. നാഷണാലിറ്റി, സിറ്റിസൺഷിപ്പ് പോലെയുള്ള ആശയങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എടുക്കേണ്ടത് മോഡേൺ സെൻസിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആശയങ്ങളാണ്. അല്ല എന്നുണ്ടെങ്കിൽ കേവലം ഒരു നിയമം പോലും നമുക്ക് നേരാവണ്ണം നമ്മുടെ രാജ്യത്തോ ലോകത്തെമ്പാടുമോ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത.